Allahu 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 Allah Allah. Assalamu alaikum warahmatullah. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala sayyidina Muhammadin wa ala alihi wa sahbihi ajma'in. നമസ്കാരം അർത്ഥസഹിതം പഠിക്കാം എന്ന വിഷയത്തിൽ 56 ഭാഗങ്ങൾ ഇതിന്റെ മുമ്പ് വന്നിട്ടുണ്ട്. നമസ്കാരത്തിന്റെ വിഷയം അതോടുകൂടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയും പല ഭാഗങ്ങളും ഉണ്ടെങ്കിലും അവ ചുരുക്കി 56 ക്ലിപ്പുകളിലായി, വീഡിയോകളിലായി അത് ഒതുക്കിയിരിക്കുന്നു. അത് മുഴുവനും കേട്ട് മനസ്സിലാക്കണമെന്ന് ഇത് കേൾക്കുന്നവരോട് ഉണർത്തുകയാണ്. സഹ്റ അൽ ബയാൻ എന്ന ചാനൽ, ഈ പേര് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ലഭിക്കും. അതിൽ ഇവ മുഴുവനും ഉണ്ടായി. നമസ്കാരത്തിൽ ഓതാവുന്ന സൂറത്തുകൾ, സാധാരണ ആളുകൾ നമസ്കാരത്തിൽ ഓതുന്ന സൂറത്തുകളുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഓതുമ്പോൾ അതിന് പ്രത്യേകമായി പ്രതിഫലമുണ്ട്, പുണ്യമുണ്ട്. അതുകൊണ്ട് നമസ്കാരത്തിൽ ഓതാവുന്ന സൂറത്തുകളും അവയുടെ അർത്ഥവും ഒരു ചെറിയ വിശദീകരണത്തോടു കൂടെ ഈ ക്ലിപ്പ് മുതൽ ആരംഭിക്കുക. വല്ലുഹ വല്ലൈലി മുതൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെയുള്ള നമസ്കാരത്തിൽ ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ഒന്നാമതായി വല്ലുഹ വല്ലൈലി എന്ന സൂറത്ത് മുതലാണ് തുടങ്ങുന്നത്. ബഹുമാനപ്പെട്ട ഇമാം സാവി റളിയല്ലാഹു അൻഹു തഫ്സീറു സാവിയിൽ പറഞ്ഞതായി കാണാം. തഫ്സീറു സാവിയിൽ പറഞ്ഞതായി കാണാം, വല്ലുഹ വല്ലൈലി സൂറത്ത് ഇറങ്ങിയപ്പോൾ കബ്ബറ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തക്ബീർ ചൊല്ലി ആഖിറഹ, ആ വല്ലുഹ വല്ലൈലി സൂറത്തിന്റെ അവസാനത്തിൽ അതിന്റെ അവസാനത്തിൽ തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട് എന്നാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലില്ലാഹിൽ ഹംദ് എന്നാണ് തക്ബീർ ചൊല്ലേണ്ടത്. അതിന്റെ മേലിലാണ് അമലി എന്ന കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാലും മതി എന്നും ഒരഭിപ്രായമുണ്ട്. അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാലും മതി എന്ന് രണ്ടാമത്തെ അഭിപ്രായം കാണാം. അപ്പോൾ ആദ്യം പറഞ്ഞതാണ് അമല് എന്നതുകൊണ്ട് അങ്ങനെയാണ് തക്ബീർ ചൊല്ലേണ്ടത്. വല്ലുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല. ഈ സൂറത്തിന്റെ അർത്ഥം പറയുന്നതിന് മുമ്പ് ഈ സൂറത്ത് ഇറങ്ങാനുള്ള സന്ദർഭം മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അർത്ഥം ഇൻഷാ അല്ലാഹ് ഇതിന്റെ 58ാമത്തെ ഭാഗം മുതൽ നമുക്ക് ആരംഭിക്കാം. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു അവരുടെ ഹദീസിന്റെ കിതാബായ മുസ്നദ് എന്ന കിതാബിൽ ഭാഗം 4 302-ാമത്തെ പേജിൽ കാണാം, ഹദ്ദസന അബൂ നഈം ഹദ്ദസന സുഫിയാൻ അനിൽ അസ്വദ് ബിൻ ഖൈസ് ഖാല സമീഅതു ജുൻദുബൻ യഖൂൽ. ബഹുമാനപ്പെട്ട ജുൻദുബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇസ്തകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങൾക്ക് രോഗം ബാധിച്ചു. ഫലമ്യക്കും ലൈലത്തൻ ഔ ലൈലത്തൈനി, അങ്ങനെ ഒരു രാത്രിയോ അല്ലെങ്കിൽ 2 രാത്രിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റില്ല തഹജ്ജുദിന് വേണ്ടി. അപ്പോൾ ഒരു സ്ത്രീ വന്നുകൊണ്ട് പറഞ്ഞു, ഫഖാലത്ത്, അവർ പറഞ്ഞു, യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ, മാ അറാ ശൈത്താനക ഇല്ലാ ഖദ് തറകക, നിങ്ങളുടെ ശൈത്താൻ നിങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു. അവർക്ക് ശൈത്താൻ എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെയാണ് ഉദ്ദേശിച്ചത്. വഹി പറ്റ മുറിഞ്ഞിരിക്കുന്നു, ഇനി വരികയില്ല എന്ന ഉദ്ദേശത്തിലാണ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലുഹ വല്ലൈലി ഇദാ സജ എന്ന സൂറത്തെ അവതരിപ്പിച്ചത് എന്ന് ബുഖാരി ബാബു തഹജ്ജുദ് എന്ന അധ്യായത്തിലും മാനപ്പെട്ട ഇമാം മുസ്ലിം ബാബുൽ ജിഹാദ് എന്ന അധ്യായത്തിലും റിപ്പോർട്ട് ചെയ്തതായി കാണാം. മറ്റ് കിതാബുകളിലും കാണാം. ഇതാണ് ഒരഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം സുഫിയാൻ ബിൻ ഉയൈന എന്നവര് അസ്വദ് ബിൻ ഖൈസ് എന്നവരിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ജുൻദുബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്തഅ ജിബ്രീലു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുവാൻ താമസിച്ചു. ഫഖാല മുശ്രികൂന, അപ്പോൾ മുശ്രിക്കീങ്ങളായ ആളുകൾ പറഞ്ഞു, വദഅ മുഹമ്മദൻ റബ്ബുഹു, മുഹമ്മദ് നബിയെ റബ്ബ് ഉപേക്ഷിച്ചിരിക്കുന്നു. ഫഅൻസലല്ലാഹു, അപ്പോഴാണ് അല്ലാഹു ഇറക്കിയത്, വല്ലുഹ വല്ലൈലി ഇദാ സജ മാ വദഅക റബ്ബുക വമാ ഖല എന്ന് പറയുന്ന സൂറത്ത്. മൂന്നാമതൊരു അഭിപ്രായം ഇബ്നു അബി ഹാത്തിം എന്നവർ പറയുകയാണ്, അബൂ സഈദുൽ അസ്സജി എന്നവര് നമ്മളോട് ഹദീസ് പറഞ്ഞു. അബൂ ഉസാമ എന്നവര് അബൂ സുഫിയാൻ എന്നവരിൽ നിന്ന് നിവേദനം. അവർ പറയുന്നു, ഹദ്ദസനിൽ അസ്വദ് ബിൻ ഖൈസ് അന്നഹു സമിഅ ജുൻദുബ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കേട്ടു. റുമിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹജരിൻ ഫീ ഇസ്ബഇ, ഒരു കല്ല് കൊണ്ടുള്ള ഏറ് കൊണ്ടത് കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിന്റെ ഒരു വിരലിൽ നിന്ന് രക്തമൊലിച്ചു. ഫഖാല, അപ്പൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദു ഇല്ലാ ഇസ്ബഹുൻ ദമീതി വഫീ സബീലില്ലാഹി മാ ലഖീതി. നീ ഒരു രക്തമൊലിക്കുന്ന വിരൽ മാത്രമല്ലാതെ മറ്റൊന്നുമല്ല. അല്ലാഹുവിന്റെ മാർഗത്തിൽ നീ ഒരു വിപത്തും ഒരു വിഷമവും നീ ഇതിന്റെ മുമ്പ് അനുഭവിച്ചിട്ടില്ല എന്ന്. അപ്പോഴാണ് സൂറത്ത് ഇറങ്ങിയത് എന്ന മൂന്നാമത്തെ അഭിപ്രായം ഇബ്നു കസീർ എന്ന് പറയുന്ന കിതാബ് ഭാഗം 8 പേജ് 411 കാണാം. അതിന്റെ മാത്രം അർത്ഥം എന്ന് പറയുകയാണ്, സമയത്തെ തന്നെ സത്യം. ബഹുമാനപ്പെട്ട ഖത്താദ എന്നവര് തൊട്ട് അവര് മുഖാത്തിൽ എന്നവരിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, അന്നൽ മുറാദ ബിളുഹ, ഇവിടെ വല്ലുഹ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുവല്ലുഹല്ലദീ കല്ലമല്ലാഹു തആല ഫീഹി മൂസ. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് തൂർ സീനാ പർവതത്തിൽ വെച്ചുകൊണ്ട് സംസാരിച്ചത് ളുഹ സമയത്താണ്. ആ ളുഹയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട ഖത്താദ എന്നവരും മുഖാത്തിൽ എന്നവരിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ വന്നിട്ടുള്ളത്. അതുപോലെ ലൈല് കൊണ്ട് വല്ലൈലി ഇദാ സജ എന്ന ലൈല് കൊണ്ട് ലൈലത്തുൽ മിഅ്റാജ് ആണ് എന്നും. എന്നാൽ ചില പണ്ഡിതന്മാർ ളുഹ എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖമാണ് ഉദ്ദേശമെന്നും
ലൈല് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണ് ഉദ്ദേശിക്കുന്നത് എന്നും പറഞ്ഞവർ പണ്ഡിതന്മാരുടെ കൂട്ടത്തിലുണ്ടെന്ന് തഫ്സീറിന്റെ കിതാബിൽ കാണാം. ളുഹ എന്നതുകൊണ്ട് അഹ്ലുൽ ബൈത്തിൽ നിന്നുള്ള പുരുഷന്മാരും ലൈല് കൊണ്ട് സ്ത്രീകളുമാണ് ഉദ്ദേശം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയും കാണാൻ സാധിക്കും. അപ്പോൾ ളുഹ സമയത്തെ തന്നെ സത്യം എന്ന് ളുഹ ഇതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ജലാലൈനി എന്ന് പറയുന്ന തഫ്സീർ അതിൽ അർത്ഥം പറഞ്ഞിട്ടുള്ളത് അവ്വലൻ നഹാരി, പകലിന്റെ ആദ്യ സമയം, ഔ കുല്ലുഹു, അല്ലെങ്കിൽ രാത്രി മുഴുവൻ, പകല് മുഴുവനെ തന്നെയും സത്യം, വല്ലൈലി ഇദാ സജ, രാത്രിയെ തന്നെ സത്യവും, ഇദാ സജ, ആ രാത്രി ശാന്തമായ, എന്നാണ് ജലാലൈനി കൊടുത്തത്. അതിന്റെ ഇരുട്ടുകൊണ്ട് രാത്രി മൂടിയാൽ നല്ല ഇരുട്ടാകുന്ന സമയത്ത് എല്ലാവരും ഉറക്കത്തിലാകുമ്പോൾ നല്ല ശാന്തമായ അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിന്റെ ഇരുട്ടുകൊണ്ട് ഇരുട്ടുമൂടിയ ഔസഖന, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരർത്ഥം രാത്രി ശാന്തമായ. അപ്പൊ രാത്രിയെ കൊണ്ടും ളുഹാ സമയത്തെ കൊണ്ടും അത് ഏത് ളുഹാ സമയമാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും എല്ലാ ദിവസത്തെ ളുഹാ പെടുകയില്ല. അല്ലാഹുവുമായിട്ട് മൂസാ നബി സംസാരിച്ച ളുഹാ സമയമാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. ഫിർഔനിന്റെ അരികെ മൂസാ നബി ചെന്നുകൊണ്ട് ആ സാഹിര്യങ്ങളായ ആളുകളോട് വടിയിടാൻ വേണ്ടി പറഞ്ഞ ആ ളുഹാ സമയമാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. ഏതായാലും ളുഹാ സമയത്തിനൊരു മഹത്വമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അല്ലാഹ് സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, വല്ളുഹാ, ളുഹാ സമയത്തെ തന്നെ സത്യം, വല്ലൈലി ഇദാ സജ, രാത്രി ഇരുട്ടുമൂടി നിശ്ചലമായാൽ, ശബ്ദമൊന്നുമില്ലാത്ത ശാന്തമായാൽ ആ രാത്രിയെ തന്നെയും സത്യം. ഇതാണ് വല്ളുഹാ വല്ലൈലി ഇദാ സജ എന്നതിന്റെ അർത്ഥം. സത്യം ചെയ്തുകൊണ്ട് ഇനി പറയാൻ പോകുന്ന കാര്യം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പഠിക്കാം, കേൾക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ ഈ ചാനലിലെ അംഗങ്ങളായ എല്ലാവരെയും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തട്ടെ. നമ്മിൽ നിന്നും നമ്മുടെ ബന്ധപ്പെട്ടവരിൽ നിന്നും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാര് അടക്കമുള്ളവരുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. വിജയികളിൽ അവരെയും നമ്മെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. പല ആളുകളും പ്രാർത്ഥന വസിയത്ത് ചെയ്തിട്ടുണ്ട് കമന്റ് മുഖേന. അവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചു കൊടുക്കട്ടെ. പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു അവരെല്ലാം രക്ഷപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.